രണ്ട് വലിയ കൈക്കൂലിക്കാരെക്കുറിച്ച് സി ബി ഐക്ക് വിവരം കിട്ടി. സി ബി ഐക്ക് രഹസ്യ വിവരം ഇങ്ങനെ പലപ്പോഴും കിട്ടാറുണ്ട്. സി ബി ഐ അതിന് റെയ്ഡ് നടത്താൻ തീരുമാനിച്ചു. റെയ്ഡ് നടത്തി തെളിവെടുക്കണമല്ലോ, അത് തീരുമാനിച്ചു. അതായത് ഇവിടെ ഡിഫൻസ് മിനിസ്ട്രിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ലഫ്റ്റനൻറ്റ് കേണൽ ദീപക് കുമാർ ശർമ്മ എന്ന് പറയുന്ന ഒരാൾ, ലഫ്റ്റനൻറ്റ് കേണലാണ്, ഉയർന്ന റാങ്കുള്ള ആളാണ് മിലിറ്ററിയിൽ. അയാൾ ഈ ഡിഫൻസ് മിനിസ്ട്രിയുടെ കീഴിലുള്ള അതിൻ്റെ പ്ലാനിങ്, അത് ഈ ഡിഫൻസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഡെപ്യൂട്ടി പ്ലാനിങ് ഓഫീസറായിട്ടാണ് അയാളിപ്പോൾ ഡ്യൂട്ടി നോക്കുന്നത്. അയാളുടെ ഭാര്യയാണ് കാജൽ ബാലി, കേണൽ കാജൽ ബാലി. കേണലാണ്. രാജസ്ഥാനിൽ ഇപ്പോൾ കമാൻഡർ ഇൻ ചാർജായിട്ട് വർക്ക് ചെയ്യുകയാണ്, കമാൻഡിങ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇവരുടെ വസതി എന്ന് പറയുന്നത് ഡൽഹിയിലാണ്. അപ്പോൾ ഇയാളെക്കുറിച്ചുള്ള വിവരം ഇവർക്ക് സി ബി ഐക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ, ഇയാൾ ഒരു ദുബായ് ബേസ്ഡ് കമ്പനിയുമായിട്ട് ചേർന്നിട്ട് ഈ ഡിഫൻസ് ഈ പ്രൊഡക്ഷൻ ആവശ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം, അങ്ങനെയുള്ള മെറ്റീരിയൽസ് എല്ലാം പല കമ്പനികൾക്ക് കൊടുക്കാൻ വേണ്ടി, ഓർഡർ കൊടുക്കാൻ വേണ്ടി വൻ തുകകൾ കൈക്കൂലി വാങ്ങുന്നു എന്നുള്ളതാണ് ഇവർക്ക് കിട്ടിയ വിവരം. അങ്ങനെ ഇവർ ഇയാളുടെ വീട്ടിൽ റെയ്ഡിനിരുന്നു. റെയ്ഡിന് ചെന്ന ഇവർ ഞെട്ടിപ്പോയി കേട്ടോ. ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ പണത്തിൻ്റെ വലിയ കൂമ്പാരമാണ്, കെട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ്. 500 രൂപ നോട്ടുകളാണല്ലോ ഇപ്പോൾ ഉള്ളത്. ഈ 1000 രൂപ നിരോധിച്ചതോടുകൂടി അതൊരു വലിയ ബന്ധപ്പാടായിട്ട് മാറി. 2000 രൂപയുടെ ഇതും നിരോധിച്ചതോടുകൂടി, അത് ഇല്ലാതായതോടുകൂടി വലിയ ബുദ്ധിമുട്ട് വന്നു. കാര്യം 2000 ഒക്കെ ആണെങ്കിൽ വളരെ എളുപ്പമാണ്, കാരണം ഇതിൻ്റെ ഒരു 4-1 കീപ്പ് ചെയ്താൽ മതിയല്ലോ. 1000 ആണെങ്കിൽ ഇതിൻ്റെ പകുതി മതി. ഇതാകുമ്പോൾ കെട്ട് കണക്കാണ്. അവസാനം നോട്ടെണ്ണാനായിട്ട് ഇവരങ്ങ് വിഷമിച്ച് നോട്ടെണ്ണി ഇവരങ്ങ് കുഴഞ്ഞ് പിന്നെ മെഷീൻ കൊണ്ടുവന്നു. നോട്ടെണ്ണാനായിട്ടുള്ള മെഷീൻ കൊണ്ടുവന്നപ്പോൾ ആ മെഷീൻ 3 മെഷീൻ കൊണ്ടുവന്ന് നോട്ടെണ്ണുകയാണ്. പക്ഷേ അതിൻ്റെ തുടർച്ചയായ ഉപയോഗം പോലും ഇതങ്ങ് ചൂടാവുകയാണ് ആ മെഷീൻ. അങ്ങനെ അതും വലിയ ബുദ്ധിമുട്ടായിട്ട് മാറി. ഏതായാലും 2.23 കോടി രൂപ ക്യാഷായിട്ട് മാത്രം ഒരൊറ്റ കൂമ്പാരത്തിൽ നിന്നും കിട്ടി. ഇത് കൂടാതെ ഒരു 3 ലക്ഷത്തിൻ്റെ വേറെ കെട്ട്, പിന്നെ ഒരു 10 ലക്ഷത്തിൻ്റെ വേറെ, അതെല്ലാം കൈക്കൂലിയാണ്, മുഴുവൻ കൈക്കൂലി പണമാണ്. അങ്ങനെ ഏതായാലും ഇയാളുടെ വീട്ടിൽ നിന്ന് ഈ പണമെല്ലാം പിടിച്ചെടുത്തു. അപ്പം ഇതിന് ഈ പണം കൊടുക്കാൻ ഇടനിലക്കാരനായിട്ട് ഈ കൈക്കൂലി കൊടുത്ത ഒരാൾ, അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിനോദ് കുമാർ എന്ന് പറയുന്ന ഈ കൈക്കൂലി നൽകിയ ഒരാൾ. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ മിലിറ്ററിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഈ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, അത് ഒരുപാട് മെറ്റീരിയൽ വേണം. അത് വലിയ സ്റ്റേക്കുള്ള മാറ്റമാണ്, വലിയ തുക, എല്ലാം കോടിക്കണക്കിന് 100 കണക്കിന് കോടി രൂപയുടെ ഇടപാടുകളാണ്. അങ്ങനെയുള്ളതൊക്കെ നൽകുമ്പോൾ അതിനുവേണ്ടി ഇയാൾ ഓരോ കമ്പനികൾ വന്ന് ഇയാളെ ചാക്കിടും. ആ ചാക്കിടുന്നതൊക്കെ ഒരു ദുബായ് ബേസ്ഡ് കമ്പനിയാണ് ഇതിൽ ഇടപാട്. അതിൻ്റെ ഇടപാടൊക്കെ അങ്ങ് ദുബായിലാണ് നടക്കുന്നത്. അവിടെ നിന്നാണ് ഈ പണമെല്ലാം വരുന്നത്. അങ്ങനെ അവർ വഴിയാണ് ഇത് മുഴുവൻ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഇയാൾക്കങ്ങനെ കിട്ടുന്നത് കോടികൾ. ഈ പിടിച്ചെടുത്തതൊന്നും അല്ല, ഇത് ക്യാഷായിട്ട് മാത്രം പിടിച്ചെടുത്തതാണ്. ഇനി ഇയാൾ ബാക്കി സമ്പാദിച്ചേക്കുന്ന ഒന്നും നമുക്ക് കണക്ക് പോലുമില്ല. അപ്പോൾ നമ്മുടെ മിലിറ്ററിയുടെ ആ സിസ്റ്റമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ, എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. ഇതുപോലുള്ള കൈക്കൂലിക്കാരന്മാരെയൊക്കെ അവിടെ പിടിച്ചിരുത്തുന്നത്. ഇതിന് ജാതി മതമൊന്നും കാര്യമുള്ളതല്ലോ. ഏതവനായാലും ശരി, ഈ പണം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കമന്ന് വീഴും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ധനമാണ് ഈ കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ചോ നമ്മുടെ മിലിറ്ററിയുടെ എഫിഷ്യൻസിക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്ര നല്ല സാധനം കിട്ടണം. ഇവിടെ ശവപ്പെട്ടിക്ക് പോലും കൈക്കൂലി വാങ്ങിച്ചിട്ടുള്ള നാടാണ്. ശവപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പട്ടാളക്കാർ മരിച്ചു പോകുന്ന, കൊല്ലപ്പെടുന്ന പട്ടാളക്കാരുണ്ടല്ലോ, വീരമൃത്യു അടയുന്ന പട്ടാളക്കാർ, അവരുടെ ഡെഡ് ബോഡി റിമൈൻസ് ഒന്ന് കൊണ്ടുപോകാൻ, ഭൗതിക ശരീരം കൊണ്ടുപോകാൻ, അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ആ കൊണ്ടുപോകാൻ ഉള്ള പെട്ടി,
അതിന് കൈക്കൂലി വാങ്ങിച്ചവന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. പിന്നെ എങ്ങനെയാണ് ശരിയാവുന്നത്? ആ അമ്മയ്ക്ക് താലി പണിയാൻ പോലും വേണമെങ്കിൽ കൈക്കൂലി വാങ്ങിക്കും. അതാണ്. അങ്ങനെയുള്ള നാട്ടിൽ ഇതൊക്കെ നടക്കും. ഇവിടെ ഈ സംഭവിച്ചേക്കെന്ന് പറഞ്ഞാൽ ഇതേപോലെ നല്ല ഐറ്റംസ് പ്രൊക്വയർ ചെയ്യണം. ആ പ്രൊക്വയർ ചെയ്യുന്ന ഐറ്റംസൊക്കെ കൊള്ളരുതാത്തതാണെന്നുണ്ടെങ്കിൽ പട്ടാളക്കാരുടെ ജീവന് വരെ ഭീഷണി ഉണ്ടാവും. അത് മൂലം തന്നെ അങ്ങനെയുള്ള ഒരുപാട് മെറ്റീരിയലുണ്ട്. പിന്നെ ആ എക്യുപ്മെൻസിൻ്റെ മെറ്റീരിയൽസ്, പ്രൊഡക്ഷന് വേണ്ടിയുള്ള മെറ്റീരിയൽസ്, ഈ മെറ്റീരിയൽസൊക്കെ ഇതേപോലെ ഈ കൈക്കൂലി കൊടുത്ത് വാങ്ങിക്കുന്ന കമ്പനികൾ സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടി കൈക്കൂലിയും കൊടുത്ത് ഇതുപോലെ ഓർഡർ വാങ്ങിയെടുത്താൽ നമ്മുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എവിടെ പോയി നിൽക്കും? എക്യുപ്മെൻസിൻ്റെ എഫിഷ്യൻസി എവിടെ പോയി നിൽക്കും? അപ്പോൾ അതൊക്കെയല്ലേ പട്ടാളക്കാർ അൾട്ടിമേറ്റ്ലി അവരുപയോഗിക്കേണ്ടത്. അവർക്കത് ഉപയോഗിക്കാൻ വയ്യാതെ വരുമ്പോൾ എന്ത് ചെയ്യും? പിന്നെ അത് വളരെ വലിയ അപകടങ്ങളിലേക്ക് നയിക്കും. നമ്മുടെ നാടിനെ തന്നെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോകും. ഇവിടെ ഇത് തന്നെ ഇത്രയും കൈക്കൂലി അവന്മാർ വാങ്ങിച്ചെടുത്ത് ഇതുകൊണ്ട് എന്ത് ചെയ്യാനാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഈ കോടിക്കണക്കിന് രൂപ ഇത് ഒരുപാട് ഇതുമായിട്ട് മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ട വലിയ ഉദ്യോഗസ്ഥന്മാർ, ആ ടോപ്പ് ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാർ യഥാർത്ഥത്തിൽ എപ്പോഴും അവരെ വാച്ച് ചെയ്യണം. അവരുടെ വരുമാനം എങ്ങനെയാണെന്ന് നോക്കണം, അവരുടെ പണം ഇടപാടുകൾ എങ്ങനെയാണെന്ന് നോക്കണം, അവരെ സാമൂഹ്യ ബന്ധങ്ങൾ പരിശോധിക്കണം. അതൊക്കെ ചെയ്യണം. അതൊക്കെ ഇൻ്റലിജൻസിൻ്റെ ജോലിയാണ്. അതൊക്കെ നോക്കണം, നോക്കി കണ്ട് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ നാട് കുട്ടിച്ചോറാവും. ഇപ്പോൾ അതിലേക്കുള്ള 2 പേരാണ് ഇവിടെ നമ്മൾ കണ്ട ഈ ലെഫ്റ്റനൻ്റ് കേണൽ ദീപക് കുമാർ ശർമ്മയും അയാളുടെ ഭാര്യ കേണൽ കാജൽ ബാലിയും. യഥാർത്ഥത്തിൽ ഇവരെ 2 പേരെയും ഇതിൽ നിന്ന് പിരിച്ചുവിടേണ്ടതാണ്. മാത്രമല്ല ഇവർക്ക് കോർട്ട് മാർഷലൊക്കെ വരും, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അതുവരെ അത് എന്തായാലും ശരി ഇവരെ ഈ സർവീസിൽ വെച്ചുകൊണ്ടിരിക്കരുത്. മിലിറ്ററി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും ഇവരെ പങ്കെടുപ്പിക്കരുത്, ഇവരുടെ സേവനം വാങ്ങരുത്. വളരെ വലിയ അപകടമാണ്. കാരണം ഇത്രയും വലിയ കൈക്കൂലിക്കാരാണ്. ഇതേപോലെ വേറെ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. ഇത് മഞ്ഞുമലയുടെ ഒരറ്റം, ഒരഗ്രം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇതുപോലെ ഈ ഡിഫൻസിലൊക്കെ വരുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇടപാടുകളാണ് ഈ വരുന്നതെല്ലാം, കോൺട്രാക്റ്റുകളും എല്ലാം വരുന്നത്. ആ കോൺട്രാക്റ്റിൽ നിന്നൊക്കെ ഇതുപോലെ ആരൊക്കെ പണം അടിക്കുന്ന ഒരുപാട് വൻതോക്കുകളുണ്ട് ഇതിൽ. ആ രീതിയിൽ പോകുന്നുണ്ട്, ഒരുപാട് പണം ഇങ്ങനെ പോകുന്നുണ്ട്. അത് നോക്കണം, പിടിക്കണം. ഏതായാലും CBIക്ക് എൻ്റെ അഭിനന്ദനങ്ങൾ ഇത് കണ്ടെടുത്തതിന്. അവർ നോട്ടെണ്ണി അവർ കഷ്ടപ്പെട്ടു. അവസാനം മെഷീൻ കൊണ്ടുവന്നു, മെഷീന് പോലും പറ്റാതായി. ആ രീതിയിലുള്ള പരിപാടിയാണ് ഇവിടെ ഈ 2 ആളുകൾ ചേർന്ന് ചെയ്തത്. ഇത് ഇവർ ചെയ്തേക്കുന്നത് രാജ്യദ്രോഹമാണ്. ഈ കൈക്കൂലി മാത്രമല്ല, രാജ്യദ്രോഹമാണ്. അതിനും അവരെ ശിക്ഷിക്കണം.